മിഥുനെ, ചാനൽ ചർച്ചകളൊക്കെ കാണാറുണ്ടോ? ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ പൊതുവെ ഇപ്പൊ ഇടതുപക്ഷത്തിന് ഉത്തരം മുട്ടിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ മീഡിയേറ്ററായി നിൽക്കുന്ന ആങ്കർ ഒരു ചോദ്യം ഇടതുപക്ഷത്തിനോട് ചോദിക്കും. ഒന്ന് പെട്ടെന്ന് മനസ്സിലാവും ആരാ ഇടതുപക്ഷം എന്ന്, പേരൊന്നും എഴുതി കാണിക്കണ്ട. കാരണം ഇവരോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇന്നത്തെയോ ഇന്നലത്തെയോ മിനിങ്ങാന്നത്തെയോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുമ്പോൾ ഈ ഇടതുപക്ഷ ആൾക്കാർ, ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആൾക്കാർ പണ്ട് ജാമ്പവാന്റെ കാലത്ത് അന്ന് മറ്റേ എലി നെല്ല് കുത്തിയതും ആ കഥകളൊക്കെ പറഞ്ഞ് സംഭവത്തിലേക്ക് എത്തില്ല. അപ്പൊ ഈ ആങ്കറും ചർച്ചക്കാരും പറയും ഇതല്ല വിഷയത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ എന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തത് എന്ന് ഒരു സ്ഥിരം കാഴ്ചയാണ് ചാനൽ ചർച്ചകൾ. ഇത് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ചർച്ചക്കാരന്റെ മാത്രം കഥയല്ല എന്ന് കേരളം ഇന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗം എന്ന് തന്നെ പറയാം. മറുപടി അതിനൊരു പ്രസംഗമായിട്ട് തന്നെ, അതായത് കവലകളിൽ പ്രസംഗിക്കില്ലേ പാർട്ടിക്കാര്, എന്താണ് അന്ന് 1900 തമാശ, അതെ, അതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രസംഗം എന്ന് പറഞ്ഞത്. കാരണം 1900 അന്ന് ഇവിടെ എന്ത് സംഭവിച്ചു, 1900 ഇന്ന് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന രീതിയിലുള്ള അതൊരു സഭയാണെന്ന് പോലും ഓർക്കാതെ, അടിയന്തര പ്രമേയത്തിനുള്ള മറുപടിയാണെന്ന് പോലും ഓർക്കാതെയാണ് ഇന്ന് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചത് എന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞതെല്ലാം പണ്ട് കാലത്ത് UDF ഗവൺമെന്റിന്റെയോ പണ്ടത്തെ കസ്റ്റഡി മർദ്ദനങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് വർണ്ണിക്കുകയാണ്. അതാണോ യഥാർത്ഥത്തിൽ ഇന്നിവിടെ സഭയിൽ വേണ്ടിയിരുന്നത്? ഈ 2 ആഴ്ച കൊണ്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ സ്ഥിരം ചാനൽ ചർച്ചയിലെ CPM-കാരെ പോലെ ഒരു തരംതാണ ലെവലിലാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത്. തീർച്ചയായിട്ടും ഇന്ന് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നത്. അത് നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പുറത്തു വന്ന കേരളത്തിലെ പോലീസിന്റെ കൊടിയ മർദ്ദനങ്ങളുടെ, പോലീസ് പുറകളുടെ ചില ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ്, കുന്നംകുളത്തെ സുജിത്ത് എന്ന് പറയുന്ന നേതാവിനെ വളരെ മൃഗീയമായിട്ട് ഒരു കാരണവുമില്ലാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി വണ്ടിയിലിട്ട് മർദ്ദിക്കുന്നു, പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു. ആ വിഷയമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ഈ വിഷയത്തിൽ സഭയിൽ ഉന്നയിച്ചത്. ഒപ്പം തന്നെ അതിന് പിന്നാലെ വന്ന മറ്റേ പീച്ചിയിലെ ഹോട്ടൽ ഉടമയുടെ വിഷയം, പേരൂർക്കടയിലെ ബിന്ദു എന്ന് പറയുന്ന യുവതിക്കുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. സർക്കാർ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ്, പിണറായി വിജയനാണ് മറുപടി പറയേണ്ടത് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ. പിണറായി വിജയൻ അത് ആ സമയത്ത് എന്നിട്ട് പറഞ്ഞു നമുക്കിത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു, വിശദമായ ചർച്ച ചെയ്യാന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അങ്ങനെയാണ് 2 മണിക്കൂർ നീണ്ട ചർച്ച നടക്കുന്നത്. പ്രതിപക്ഷത്ത് നിന്നും ആദ്യം ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് റോജി എം ജോൺ MLA ആണ്. അദ്ദേഹം മുതൽ സംസാരിച്ച UDF-ന്റെ അംഗങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന വിഷയങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ട് പോലീസിന്റെ ഈ കഴിഞ്ഞ പറയുകയാണെങ്കിൽ 2020 ശേഷമുള്ള ഈ 5 വർഷത്തെ സംഭവങ്ങളാണ് അക്കമിട്ട് നിരത്തിക്കൊണ്ട് പോലീസിന്റെ വീഴ്ചകൾ അല്ലെങ്കിൽ പോലീസ് നടത്തുന്ന ഈ കൊടിയ മർദ്ദനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ സഭയിൽ ഉന്നയിച്ചത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ ഭരണപക്ഷത്ത് നിന്നുള്ള അംഗങ്ങൾ എല്ലാവരും സംസാരിച്ചത്, ആദ്യം സംസാരിച്ച വ്യക്തി മുതൽ അവസാനം മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വരെ പറഞ്ഞത് ഈ പറയുന്ന പോലെ മുൻകാലങ്ങളിലെ അടിയന്തരാവസ്ഥ കാലം മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള UDF-ന്റെയും കോൺഗ്രസിന്റെയും സർക്കാരുകൾ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്, അന്നത്തെ പോലീസുകാർ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറുപടി പറയുകയാണ്. ചിലപ്പോൾ നമ്മൾ ഈ കൊച്ചു കുട്ടികളൊക്കെ പണ്ട് ഒരു കുട്ടിയെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആ കുട്ടിയുടെ കുറ്റം പറയുമല്ലോ കുട്ടിക്കാലത്തൊക്കെ. ഇപ്പൊ ചേച്ചി എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ കുറ്റങ്ങൾ അങ്ങോട്ട് പറയും. അങ്ങനെ പറയുന്നതിന് മറുകൃതി പറയുന്ന ഒരു നിലയിലേക്കാണ് ഇന്നത്തെ ചർച്ച പോയത്. ഈ UDF ഉന്നയിച്ച വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ 2 ആഴ്ച കാലമായിട്ട് കേരള സമൂഹത്തിന് മുന്നിലെത്തിയ വളരെ ഗൗരവമായിട്ടുള്ള പോലീസിന്റെ പ്രശ്നങ്ങളായിരുന്നു. അതിലൊന്നും തൊടാതെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാലത്തെല്ലാം ഇങ്ങനെ സംഭവിച്ചില്ലേ, അന്ന് ഇങ്ങനെ സംഭവിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വളരെ ട്രിവിയലൈസ് ചെയ്യുന്ന, നിസ്സാരമായിട്ട് കാണുന്ന നടപടിയാണ് ഉണ്ടായത്. ഏറ്റവും അവസാനം ഇതിന് മറുപടി കൊടുത്ത മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന് പറയുന്നത് അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു. കേരള പൊതുസമൂഹത്തെ നിരാശപ്പെടുത്തുന്നതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മറുപടി. കേരള സമൂഹത്തിൽ ഉപരി ഈ പറയുന്ന CPM-ന്റെ അണികളുണ്ടല്ലോ, നമ്മുടെ അന്തം കമ്മികൾ എന്നൊക്കെ പറയുന്ന, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ട് തഗ്ഗൊക്കെ ഉണ്ടാക്കി റീലൊക്കെ ഇട്ട് ആസ്വദിക്കാനായിട്ടിരുന്ന അണികൾ ഇന്ന് വളരെയധികം നിരാശപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ പറയാനൊന്നുമില്ലായിരുന്നു. മുഖ്യമന്ത്രി പണ്ടുതൊട്ട് പറയുന്ന കാര്യങ്ങൾ 60കളിലും 50കളിലും ഉണ്ടായ, അന്ന് ചേച്ചി പറഞ്ഞ പോലെ അന്നുണ്ടായി ഇന്നെന്തുണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുകയല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ നിലവിലെ ആ വിഷയത്തിൽ ഇന്ന് UDF സഭയിൽ ഉന്നയിച്ച വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനോ അതിനെന്തെങ്കിലും പരിഹാരം കാണാനോ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അങ്ങനെ തീർത്തും
എന്താ പറയുക, വളരെ നിരാശാജനകമായ പരാജയപ്പെട്ട ഒരു ആഭ്യന്തരമന്ത്രിയെ, മുഖ്യമന്ത്രിയെ തുറന്നു കാട്ടുന്ന ഒരു പ്രസംഗമായിരുന്നു. സാധാരണ നമുക്കറിയാം, മുഖ്യമന്ത്രി സഭയിൽ ഓരോ വിഷയത്തിലും അവസാനം മറുപടി പറയുമ്പോൾ പ്രതിപക്ഷത്തെ പൊരിച്ചുകൊണ്ട് നല്ല തഗ് ഡയലോഗൊക്കെ അടിച്ച് കടങ്കഥകളും പഴഞ്ചൊല്ലുകളും ഒക്കെ പുട്ടിന് വീര പോലെ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ലോലമായിരുന്നു, വളരെ മൃദുവായിരുന്നു. അത്രയ്ക്കും വലിയ ഗൗരവമോ അത്തരത്തിൽ വലിയ ആവേശമോ ഒന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം വളരെ പ്രതിരോധത്തിലാണ്, മുന്നണി പ്രതിരോധത്തിലാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ വിഷയത്തിൽ പോലീസ് പ്രതിക്കൂട്ടിലാണെന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമായ ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം അതിന് ചോദിക്കുന്നത്, ഞങ്ങളുടെ കാലത്ത് ഇത്ര ആൾക്കാരെയൊക്കെ തന്നെ സസ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ കാലത്ത് എന്തുണ്ടായി, അല്ലെങ്കിൽ എന്താ പറയുക കേരളത്തിലെ പോലീസ് സേന മികച്ചതാണ്. അത് മുഖ്യമന്ത്രി പറയേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് കാലം മുതൽ തന്നെ കേരളത്തിലെ പോലീസ് സേന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സേനകളിൽ ഒന്നാണ്. അത് അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനകത്ത് പുഴുക്കുത്തുകളുണ്ട്, എല്ലാ കാലത്തും പുഴുക്കുത്തുകൾ ഉണ്ടാകാറുണ്ട്. അതാത് കാലങ്ങളിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ട് തുടരുന്ന ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോലീസിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സംഭവം എടുത്തുകൊണ്ട് നിങ്ങൾ ഈ പോലീസിനെ ഒന്നാകെ കളങ്കപ്പെടുത്തരുത് എന്നല്ല. ഒരു സംഭവമാണോ? അല്ല, രണ്ടാഴ്ചയായിട്ട് 20ലധികം സംഭവങ്ങൾ ഉണ്ടാകും. ഇന്നലെ അദ്ദേഹം LDF യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണ്. എന്നിട്ട് 40 മിനിറ്റാണ് ഈ ഒറ്റപ്പെട്ട ഒരു സംഭവം അദ്ദേഹം വിശദീകരിക്കാനായിട്ട് 40 മിനിറ്റ് എടുത്ത് ഒറ്റപ്പെട്ട സംഭവം അദ്ദേഹം വിശദീകരിക്കേണ്ടി വന്നു. എന്തെങ്കിലും ഓർമ്മക്കുറവ് പറ്റിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് മറന്നിട്ട് പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല അദ്ദേഹം ഇതുവരെ. പാർട്ടി സെക്രട്ടറിയായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ലേ? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ഇരുന്നപ്പം UDFന്റെ ഭരണകാലത്ത് SFIക്കാർ കരികൂടി കാണിച്ചപ്പോൾ പോലീസുകാർ പിടിച്ചു മാറ്റിയതിന് അല്ലെങ്കിൽ ഒരു ലാത്തിചാർജ് നടത്തിയതിനൊക്കെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അന്ന് ആർജവം ഇല്ലാന്ന് മാത്രമല്ല, ആ സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ KSUക്കാരനോ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഒരു സമരം നടത്തുമെന്ന് കേട്ടാൽ മതി, അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയാൽ മതി, ഉടനെ തന്നെ അവരെ പോയിന്ന് കസ്റ്റഡിയിലെടുക്കും, കരുതൽ തടങ്കലിലെടുത്തുകൊണ്ട് നേതാക്കന്മാർ ആ പ്രദേശത്തെ ഒരു മുഖ്യമന്ത്രി പരിപാടിക്ക് പോകുന്ന പ്രദേശത്തെ നേതാക്കന്മാരെ എല്ലാം കസ്റ്റഡിയിലെടുത്ത് കരുതൽ ഇരട്ടച്ചങ്കനാണ്, പടിവാളുകൾക്കിടയിലൂടെ നടന്ന മഹാനാണ്, പോലീസുകാരെയൊന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പേടിയില്ലാത്തവരാണ് എന്നൊക്കെയാണ് സ്വയം. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഇന്ന് പറഞ്ഞത് ഈ മർദ്ദനത്തിനിരയായ സുജിത്ത് 11 കേസുകളിലെ പ്രതിയാണ്. എന്ത് കേസിലാണോ? ശുദ്ധ ഭോഷ്കായിട്ടുള്ള ഒരു കാര്യമല്ലേ? സുജിത്ത് ആരാണ്? സുജിത്ത് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് കേസുകൾ ഉണ്ടായിരുന്നില്ലേ? അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രത്യേകിച്ചും ഒരു യുവജന രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് 11 കേസ് എന്ന് വളരെ തുച്ഛമാണത് കേട്ടോ. സാധാരണ 11 കേസുകളൊന്നുമല്ല ഒരു യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ DYFIയുടെ SFIയുടെയോ KSUവിന്റെയോ ABVPയുടെയോ അങ്ങനെ യുവമോർച്ചയുടെ ഒക്കെ തന്നെ പ്രവർത്തകരെ സംബന്ധിച്ച് കേസുകൾ എന്ന് പറയുന്നത് പുത്തരിയല്ല. അത് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് യുവാക്കളാണെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ ആൾക്കാരാണെങ്കിലും കേസുകൾ എന്ന് പറയുന്നത് അവർക്ക് ധാരാളം കേസുകൾ ഉണ്ടാകും. ഇവിടെ സുജിത്ത് പ്രതികളുണ്ട്, അത്തരം കേസുകൾ. ആശ്രയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മുൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആശ്രയയുടെ പേരിലൊക്കെയുള്ള കേസുകളൊക്കെ വളരെ ഇതായിട്ടുള്ള കേസ്, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇതിനുള്ള കേസുകളൊക്കെ ഉണ്ടല്ലോ. ഇത്തരത്തില് സുജിത്തിനെതിരെ 11 കേസുണ്ടെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ആ കേസുകൾ ഏതാണെന്നും കൂടിയൊക്കെ പറയണമായിരുന്നു. അല്ലാതെ ഈ എണ്ണത്തിന്റെ മാത്രം കാര്യം പറയാം. അതിലും 10 അധികം കേസുകളുള്ള MLA-മാരും മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന നിയമസഭയാണത്. അവിടെ നിന്നുകൊണ്ടാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെ 11 കേസുണ്ടെന്ന് പറയുന്നത്. അതിന്റെ ഒരു ഗ്രാവിറ്റി എന്താണ്, ഏതൊക്കെ കേസുകളാണെന്ന് കൂടി മുഖ്യമന്ത്രി പറയണമായിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരം കേസുകൾ ഉണ്ടാകുമെന്നേ. അത്തരത്തിൽ സമരങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധർണ നടത്തുമ്പോൾ, ഒരു മാർച്ച് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു പിക്കറ്റിംഗ് നടത്തുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു നേതാവിനെതിരെ കേസെടുക്കും. അത് സ്വാഭാവികമാണ്. അത് ഏത് തരത്തിലുള്ള കേസുകളാണെന്നതോടെയാണ് നോക്കേണ്ടത്. അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണോ എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയണമായിരുന്നു. അല്ലെങ്കിൽ ഒരു കൊലപാതകയാണ്, അല്ലെങ്കിൽ പിടിച്ചുപറിയാണ്, അല്ലെങ്കിൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ അയാൾക്കെതിരെ ഉണ്ട്. അങ്ങനെയുള്ള കേസുകളൊന്നും ഇല്ലല്ലോ, അങ്ങനെ പറയാനില്ല. മറിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്. അതാണ് പറയുന്നത്. അപ്പൊ ആ 11 കേസുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തീരെ ചെറുതാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം, അദ്ദേഹം തന്നെ എത്രയോ കേസുകളിൽ രാഷ്ട്രീയപരമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസിലെ പ്രതിപട്ടികയിലുള്ള വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തന്നെ ഓർമ്മയുള്ള കാര്യമാണല്ലോ. അങ്ങനെ നിരവധി ആളുകൾ പല പല കേസുകളിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. അത് മുഖ്യമന്ത്രി പറയുന്ന പോലെ സുജിത്തിന്റെ വിഷയം അത് എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്രിമിനൽ ആണെന്ന് സ്ഥാപിച്ച് അതിനെ ട്രിവിലൈസ് ചെയ്യാൻ വേണ്ടി 11 കേസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഒരു കേസിൽ പ്രതിയായ ആളെ ലോക്കപ്പിൽ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കണമെന്നാണോ ഈ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്? ഒരു ക്രിമിനൽ ആണെങ്കിൽ പക്ക ക്രിമിനൽ ആണെന്ന് കൂട്ടിക്കോ. ഗോവിന്ദചാമി ആണല്ലോ, ഗോവിന്ദചാമിയെ കേസിൽ മർദ്ദിക്കാൻ പറ്റുമോ? അദ്ദേഹം ഇപ്പോൾ ശിക്ഷ അനുഭവിക്കല്ലേ, അദ്ദേഹത്തെ മർദ്ദിക്കാൻ പറ്റുമോ? മർദ്ദിച്ചു കഴിഞ്ഞാൽ കാര്യം വേറെയാകും.
അപ്പോഴ് ഒരു അത്തരത്തിലുള്ള ഒന്നുമില്ലാതെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ പിടിച്ചോണ്ട് പോയിട്ട് 11 കേസുണ്ടെന്ന് കൂട്ടിക്കോട്ടെ, അയാളെ അടിക്കാൻ എന്താ അവകാശം എന്താ പോലീസിന്? അയാളെ പിടിച്ച സമയം മുതൽ അടിക്കുകയാണെന്നേ. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സീൻ നമ്മൾ കണ്ടതല്ലേ. മുണ്ട് അയാളുടെ അഴിഞ്ഞു പോയിരിക്കുന്നു, മുണ്ടെടുത്ത് കൊടുത്ത് അയാളെ പിടിച്ച് തെല്ലുകയാണ്. മുണ്ട് വലിച്ചെടുത്ത് എങ്ങനെയോ കുത്തി കയറ്റിക്കൊണ്ടാണ് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് അയാളെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടിട്ട് അയാളെ കർണത്താണ്, ആദ്യ അടി തന്നെ കർണത്താണ്. ആ അടി കൊണ്ട് അയാളുടെ ബോധം തന്നെ ഇരിക്കുകയാണ്. പിന്നീട് കൈമുട്ട് കയറ്റി പുറത്തിട്ടിരിക്കുകയാണ്. ഈ വിഷ്വലൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ? പിന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടന്നു വരുന്നു, മാധ്യമ പ്രവർത്തകർ ചുറ്റും കൂടുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന വഴിക്ക് ആ തലവഴിയെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് മാധ്യമ പ്രവർത്തകരെല്ലാം. ചോദിക്കാൻ ആ ഓഡിയോ ക്ലിപ്പ് താങ്കളുടേതാണോ എന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങനെ ചോദിക്കാൻ ശല്യപ്പെടുത്തിച്ചു വരും. പക്ഷെ മുഖ്യമന്ത്രി കാറിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എത്രയോ കുറച്ച് അകലെ നിന്നിട്ട് ഒരു ശബ്ദം മാത്രം കേൾക്കുന്നു, ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായ ഈ ഇതിനെ പറ്റി എന്തോ ചോദിച്ചെന്ന് വരുത്തുന്നു. പക്ഷെ അപ്പോ മുഖ്യമന്ത്രി പോയ ഒരു ഭാവം കണ്ടിട്ടുണ്ടായിരുന്നു, ആ ദൃശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ ഏത് പൊട്ടന്മാര് വന്ന് നിൽക്കുന്ന എന്ന മട്ടിൽ ഒരു മുഖ്യമന്ത്രിയാണോ ഇങ്ങനെ മാധ്യമങ്ങൾക്ക്? അല്ല, അത്തരത്തിൽ മുഖ്യമന്ത്രി ആ രീതിയിലൊരു ബൈറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വഴിയിൽ പറയുന്ന പോലെ വന്ന് സാധാരണ എല്ലാ നേതാക്കളും നമുക്കറിയാമല്ലോ, മുൻ മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ പ്രത്യേകിച്ചും LDF ഉൾപ്പെടെ CPN ഉൾപ്പെടെ VS അച്യുതാനന്ദന്റെ ഒക്കെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിൽ അദ്ദേഹം തിരിഞ്ഞെടുത്തെല്ലാം മാധ്യമങ്ങൾ ഈ മൈക്കും കൊണ്ടുവെക്കും. ഈ പറയുന്ന ഇവര് പറയുന്നതിന് കോലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഈ CPM അനുഭാവികൾ എല്ലാവരും പറയുന്നത് കോലെന്നാണ്. അത് മൈക്കൊന്നും ഇവർ പറയത്തില്ല. അത്രയ്ക്കും പുച്ഛമാണ് അവർക്ക് ഈ പ്രതികരണത്തോടും ഒക്കെ. അല്ല, മാധ്യമ പ്രവർത്തകർക്ക് അത് വേണം. ഇവരാരും ആ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നില്ല, ഈ കോൽ അങ്ങോട്ടേക്ക് നീളുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിന് അനങ്ങാൻ സമ്മതിക്കാതെ ഇങ്ങനെ വീർപ്പ് മുട്ടിച്ച് കാറിനകത്ത് കയറുമ്പോൾ ശ്വാസം മുട്ടിച്ച് 2016 സാധാരണ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകാറുണ്ട് മന്ത്രിസഭാ യോഗത്തിന് ശേഷം. മുഖ്യമന്ത്രി അത് അന്നേ വന്നപ്പോഴേ നിർത്തി. പിന്നെ ഇങ്ങാർക്ക് തോന്നുമ്പോഴേ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് തോന്നുമ്പോഴേ എപ്പോഴെങ്കിലൊക്കെ വാർത്താ സമ്മേളനം വിളിക്കും. 1 മണിക്കൂറാണ്, അതിൽ 50 മിനിറ്റ് അധികം സംസാരിക്കും. പിന്നീട് ഏതെങ്കിലും ഒക്കെ മാധ്യമങ്ങൾ, അത് പ്രത്യേകിച്ചും അവരുടെ പാർട്ടി ചാനലിൽ നിന്നോ പത്രത്തിൽ നിന്നോ ഒക്കെ കൊടുക്കും. അതിരുന്ന് അദ്ദേഹം പ്രസംഗം നടത്തുന്ന പോലെ വീണ്ടും നടത്തും. അല്ലാതുള്ള മാധ്യമപ്രവർത്തകർക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന പോലെ 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അത്തരത്തിലുള്ള ബൈറ്റുകൾ എന്ന് പറയുന്നത് ഇല്ലാണ്ടായി. മുഖ്യമന്ത്രി അദ്ദേഹം തീരുമാനിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു പ്രതികരണം കിട്ടുകയുള്ളൂ. ഒപ്പം തന്നെ ഈ പറയുന്ന വാർത്താ സമ്മേളനം 1 മണിക്കൂറത്തെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ, ഈ മാധ്യമ പ്രവർത്തകര് ബാക്കിയുള്ള ഈ പറയുന്ന VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ചോദിക്കുന്ന ഒരു ആർജവത്തോടെ ചോദ്യം ചോദിക്കുന്ന എത്ര മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുണ്ട് നമ്മള്. അവിടെ ഇരുന്നു കൊണ്ട് ശബ്ദമുണ്ടോ എന്ന് നമ്മള് സംശയിച്ചു പോകും അല്ലേ. നിർത്തിപ്പൊരിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകർ അവിടെ അകത്തിരുന്നിട്ട് ആർക്കും കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തിലാണ് ചോദിക്കുക. ശബ്ദം ഉയർത്തി പിണറായി വിജയൻ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലുള്ളത്. അല്ല, അത് കഴിഞ്ഞ കാര്യങ്ങൾ വിടും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നു, ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുന്നു. എത്ര ആർജവത്തോടെ ചോദിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇവർ മുഖ്യമന്ത്രി മറുപടി കൊടുക്കാതെ ഈ വാഹനത്തിൽ കയറി പോകുമ്പോൾ ചോദിക്കാൻ, നിങ്ങൾ ഒളിച്ചോടുകയാണോ എന്ന് മുഖ്യമന്ത്രിയോട് അവകാശം അദ്ദേഹത്തിനുണ്ടെന്നേ. ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമാവോ? അതാ പറഞ്ഞത്, ഇയാൾക്ക് ഈ മുഖ്യമന്ത്രിയെ പോലെ തന്നെ പ്രതികരിക്കാതിരിക്കാനുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടല്ലോ. അത് അനുവദിച്ചു കൊടുക്കത്തില്ല മുഖ്യമന്ത്രിക്ക്. അതേസമയം തന്നെ മുഖ്യമന്ത്രി 10 മിനിറ്റൊക്കെ ദൂരം അറിയുന്നുണ്ടല്ലോ ചോദിക്കുന്നത്. പേടിച്ചാണ് ചോദിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലെ അനുഭവം നമുക്കറിയാം. കടക്കുപുറത്ത് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴും മാധ്യമങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തോട് പേടി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ദൂരം അറിയുന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് തോന്നുമ്പോൾ അദ്ദേഹം വന്നെന്ന് പറയും, കേട്ടിട്ട് പോവുക എന്നുള്ളതാണ്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ചോദ്യം ചോദിക്കുന്നത്. മാധ്യമങ്ങളോട് ഒരു ജനപ്രതിനിധി ഉത്തരം പറയുന്നത് അത് മാധ്യമങ്ങളോട് മാത്രമല്ല, അത് ജനങ്ങളോടാണ്. ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കി അത് CPM-കാരുടെ മാത്രം വോട്ടെന്നല്ല, CPM-കാരോട് മാത്രമല്ല ഈ അധികാരത്തിലിരിക്കുന്നവർ മറുപടി പറയേണ്ടത്. എല്ലാ ജനങ്ങൾക്കും അത് കേൾക്കാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. ഇന്ന് നോക്കൂ, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ നടത്തിയ ഈ പ്രതികരണം കഴിഞ്ഞ ഏതാണ്ട് ഈ സെപ്റ്റംബർ 3-ാം തീയതി തൊട്ടാണ് ഇതിന്റെ ഒരു വാർത്തകൾ വന്നു തുടങ്ങുന്നത്. ഏതാണ്ട് 13 ദിവസം കഴിഞ്ഞു, 2 ആഴ്ചയോളമായിരിക്കുന്നു. ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചില്ല. ആദ്യത്തെ പ്രതികരണമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ, അല്ലെ, പരസ്യമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. ഇന്നലെ അദ്ദേഹം LDF യോഗത്തിൽ എന്തൊക്കെയാ പറഞ്ഞു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. 40 മിനിറ്റ് അദ്ദേഹം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിശദീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണി ഒരു 19 എണ്ണം പറയാൻ കാണും. അതവർ ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഓരോന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണം അദ്ദേഹം പൊതുസമൂഹത്തോട് നിയമസഭയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ പരസ്യ പ്രതികരണം നടത്തുമ്പോൾ കേരള ജനത വളരെയേറെ പ്രതീക്ഷിച്ചിരുന്നു. ഇത്തരത്തിൽ
വിഷയത്തിൽ ഒരു വിഷയത്തെങ്കിലും ഒരു സംഭവത്തെങ്കിലും മുഖ്യമന്ത്രി തള്ളിപ്പറയും അല്ലെങ്കിൽ ശക്തമായ ഒരു നടപടി സ്വീകരിക്കും എന്ന് ആ ഒരു നടപടി പ്രഖ്യാപിക്കുമെന്ന് കേരള സമൂഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ പൊതുസമൂഹത്തെ വളരെയേറെ നിരാശപ്പെടുത്തുന്ന തരത്തിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായത്. ഒരു നടപടിയും ഉണ്ടായില്ല. അദ്ദേഹം നടപടിയൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തവരുടെ ഇൻക്രിമെന്റ് വെട്ടിക്കുറച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ നിന്നൊക്കെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം വളരെ ഇതായിരുന്നു, എന്താ പറയുക, പ്രതിരോധത്തിലായിരുന്നു. അദ്ദേഹത്തിന് പറയാൻ തന്നെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറുവശത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളരെ ശക്തമായ ഒരു പ്രസംഗമാണ് നടത്തിയത്. അദ്ദേഹത്തോട് കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല, ഇതൊക്കെ ജനാധിപത്യ കേരളമാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഒപ്പം തന്നെ ഈ പറയുന്ന കുന്നംകുളത്തെ ഈ പറയുന്ന കുറ്റവാളികളായ പോലീസുകാരെ ഈ സസ്പെൻഡ് ചെയ്യുകയല്ല, സർവീസിൽ നിന്നും നീക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. അവസാനം സതീശനെ പ്രസംഗത്തിനിടയ്ക്ക് മുഖ്യമന്ത്രി ഇടപെട്ട് ചോദിക്കേണ്ടി വന്നു, നിങ്ങൾ ഈ വിഷയത്തിലുള്ള മറുപടി എന്താണെന്ന് പറയേണ്ടി വന്നു. അതും പറഞ്ഞില്ല. അവസാനം ഇതിന് ശേഷം ഈ പ്രതിപക്ഷത്തിന് വാക്കൗട്ട് പ്രഖ്യാപിച്ച് സമരം പ്രഖ്യാപിച്ച് സഭാ കവാടത്തിൽ 2 UDF MLA-മാർ സമരം ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് UDF നേതാക്കൾ വാക്കൗട്ട് നടത്തി പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.